ഞാൻ അവതരിപ്പിക്കുന്ന കഥയുടെ പേരാണ് 3000-ൽ-1. ഗണേഷ് കുമാറിനെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടുവെന്നും ഇതിന്റെ തെളിവുകൾ ചിത്രങ്ങളായും വീഡിയോയായും തന്റെ കയ്യിലുണ്ടെന്നും ഗണേഷിന്റെ ഭാര്യ ബിന്ദു ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. അവളൊന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ, ഒന്നുറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ. ആ നിമിഷം ഞാൻ ഉണർന്നേനെ. മാധവൻകുട്ടി നേരത്തെ കാണിച്ച സ്റ്റെപ്പല്ലേ? നേരത്തെ കാണിച്ച സ്റ്റെപ്പല്ല, മുദ്ര ശ്രദ്ധിക്കണം. മുദ്ര നേരത്തെ കാണിച്ചത് ഏക മുദ്ര. നേരത്തെ കണ്ടോ ഫസ്റ്റ് സ്റ്റെപ്പ്, ഇപ്പൊ കാണിച്ചത് മുദ്ര. ഞാൻ വാതിൽ തുറന്നു. ചാന്ദ്രൻ എന്ന് പറയുന്ന ഡ്രൈവർ ആയിരുന്നു. ഞാൻ ഉള്ളിലേക്ക് ചാടി ഓടി കയറി ബെഡ്റൂമിൽ പോയി കണ്ടത്. എനിക്ക് ഐ കനോട്ട് എക്സ്പ്ലെയിൻ. ഇത് സർവ്വസാധാരണമാണ്. എനിക്കും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. വിശാലമാണെന്ന് വിചാരിച്ച് ഞാനും ഒരുപാട് പെണ്ണുങ്ങളുടെ പിന്നാലെ പോയതല്ലേ. വാക്കുകളാകുന്ന ബ്ലേഡുകൾ കൊണ്ട് എന്റെ ഹൃദയത്തെ കീറി മുറിക്കാതിരിക്കും വസുമതി. ഞാൻ എന്ത് കണ്ടു മോശത്തിനെക്കാട്ടും പറഞ്ഞാൽ അറിയാത്ത എന്റെ ഐ ഹാവ് ഓൾ ദ പിക്ചേഴ്സ്. മനുഷ്യന്റെ ഒരു അവസ്ഥയെ അയ്യേ കഷ്ടപ്പെടുക്കുമ്പോൾ ഇതുപോലുള്ള കുറച്ച് അലവലായിത്തരങ്ങൾ വരും. അത് ഞാൻ നേരത്തെ പ്രതീക്ഷിക്കുന്നതാണ്. എല്ലാ തവണയും ഉള്ളതാണ്. ചേട്ടൻ സെന്റിമെന്റലായി. ഇതാ ചേട്ടന്റെ കുഴപ്പം. നീ എന്നെ ചതിക്കുകയായിരുന്നു, ഞാൻ പതുങ്ങി ഇരിക്കുകയായിരുന്നു. അതങ്ങ് തള്ളിക്കളയാണ്. അതിനകത്ത് ആരോണാണെങ്കിലും ശരിയാണെങ്കിലും തള്ളിക്കളയുന്നു. വെറുതെ കിടന്ന് ഉരുളാദാശനെ. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ആരും ഇടപെടണ്ട. ഞാൻ ഒരു നല്ല പൊതുപ്രവർത്തകനാണ്. നമ്മൾ തമ്മിൽ പരസ്പരം പാരവപ്പൊന്നും വേണ്ട. നമുക്ക് നല്ല നിലയിൽ പോകാം. ഈ റഷ്യ അമേരിക്കൻ പോലെ ഏറ്റുമുട്ട രണ്ടു കൂട്ടരും വിവരറിയും. പിന്നെ പ്രണയത്തെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അത് അത്ഭുതകരമായ കാര്യമല്ല. ഗണേഷ് കുമാറിന് പ്രണയമുണ്ട്. അതിന്റെ ഒരു സുഖം അത് പറഞ്ഞ അമ്മച്ചിക്ക് മനസ്സിലാവട്ടെ. അതെ 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 അതെ. ഇതിനൊരു കണക്കുണ്ട്. ഞാൻ കണക്കിൽ വീക്കാ. ഞങ്ങളവിടെ കല്ലുണ്ടാ വീക്ക്. ഗണേഷ് കുമാറിനെ പ്രണയിക്കുന്നുണ്ട്. ഗണേഷ് കുമാർ പ്രണയിക്കും. ഞാൻ മാധവക്കുട്ടി പറഞ്ഞതുപോലെയും കുലത്തിൽ കുഞ്ഞബ്ദുള്ള പറഞ്ഞതുപോലെയും അത് 11 വ്യാഴം. ഇത് കണ്ടക ശനി കൊണ്ടേ പോവും. കടുവയെ പിടിച്ച് കിടുവാന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ നേരിൽ മനസ്സിൽ ശത്രുത തോന്നിയാൽ ഉറക്കത്തെ മറന്നിടണ സ്വഭാവം എനിക്കില്ല. അല്ല, അദ്ദേഹത്തിന്റെ അത്രയും അതപ്പതനമില്ല. അല്ല, അത് പകൽമാന്യനായിട്ട്. പകൽമാന്യൻ അയ്യോ, സ്വയം സമ്മതിക്കുന്നു. അവനെ വെളിച്ചൊന്ന് ഓഫ് ചെയ്ത് നോക്കണം. അപ്പോഴാണ് അവന്റെ തനി സ്വരൂപം പുറത്തു വരുന്നത്. അദ്ദേഹത്തിന്റെ അതപ്പതനത്തെ കുറിച്ച് നിങ്ങളാണ് പറഞ്ഞത്, ഞാനല്ല. പറയാൻ യോഗ്യനായ ആള് തന്നെയാണ്. ഇത് വളരെ ഡിസിപ്ലിനോട് കൂടി നടക്കുന്ന ഒരു സ്ഥാപനമാണെന്ന് ആ കുട്ടി തെറ്റിദ്ധരിച്ചോട്ടെ എന്ന് കരുതി ഞാൻ കളിച്ചിരുന്ന അടകല്ലടോ. അതാ അങ്ങോട്ടേക്ക് നോക്കൂ. അങ്ങോട്ടേക്ക് നോക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങോട്ട് നോക്കിയാലും മതി. മുഖ്യമന്ത്രിയും മന്ത്രിയും എന്നൊക്കെ പറഞ്ഞാൽ ഈ സമൂഹത്തിലെ ഉന്നതമായ സ്ഥാനങ്ങളാണ്. അത്തരം സ്ഥാനങ്ങളിലിരിക്കുന്നവർ പാലിക്കേണ്ട മര്യാദകളുണ്ട്, സാധാരണ മാനദണ്ഡങ്ങളുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി പോകുന്നുണ്ടെങ്കിൽ അത്തരമൊരാളെ സംരക്ഷിക്കാൻ പാടില്ല. ആളൊരു മറവിക്കാരനാ, അതുകൊണ്ട് ഒരു അല്പം ലേറ്റായി. അതേതായാലും നന്നായി. അല്ല എടോ, വീട്ടിലെ കാരണവർക്ക് അടുപ്പിലുമാവാം. ഭാര്യയെ തല്ലുന്ന, മന്ത്രിമാരെ പോറ്റുന്ന മുഖ്യമന്ത്രിക്കും അധികാരത്തിൽ തുടരാൻ അവകാശമില്ല എന്ന കാര്യം നിങ്ങൾ ജനങ്ങളോട് ആവർത്തിച്ച് പറയുമെന്ന് ഞങ്ങൾ ആശിക്കുന്നു. വെളുക്കാൻ തേച്ചത് പാണ്ടായി. ഞാനിനി എന്നാ ചെയ്യുവാനോ? മറ്റേ IVF നടത്തുന്ന കടകളിലെ പാലക്കാട് ഭാഗത്തുള്ള എല്ലാ IVF നടത്തുന്ന സ്ഥാപനങ്ങളും അടച്ചു. സംശയമാണെങ്കിൽ എന്റെ രക്തം, കഫം, മൂത്രം ഒക്കെ പരിശോധിക്കാം. യെസ്, യു ക്യാൻ എക്സാമിനേഷൻ. കാരണം ഇദ്ദേഹം വന്നോടി പിന്നെ ഇദ്ദേഹം നോക്കിക്കോളും. ഈ അബോർഷൻ നടത്തുന്ന സ്ഥാപനങ്ങളും അടച്ചു. അയാളാണ് എന്നെ കുറിച്ച് അഭിപ്രായം പറയുന്നത്. എന്തൊക്കെ ബഹളമായിരുന്നു. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. മന്ത്രി KP ഗണേഷ് കുമാറിനെതിരെ DGPക്ക് പരാതി നൽകി KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ്. ആകെ ചളമായി. ഇനിയിപ്പോ എന്തോ ചെയ്യും? ചക്ക കുഴയുന്ന പോലെ കുഴഞ്ഞു. പിന്നെ ഇത് നിങ്ങൾ കണ്ടോളൂ. എന്റെ ആ ഒരു നിഷ്കളങ്കതയുണ്ട്. ഞാൻ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന നിഷ്കളങ്കതയുണ്ട്. അത് എന്നെ സഹായിക്കും. അതറിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കുളിപ്പിച്ച് കുളിപ്പിച്ച് കോഴി ഇല്ലാണ്ടാക്കല്ലേ. വളരെ ഇമോഷണൽ ആയിട്ട് പറഞ്ഞു, ശരി തെറ്റുപറ്റി. 112 വിളിച്ച് പരാതി പറഞ്ഞത് ആർക്കും വിളിച്ചുകൂടി, വട്ടുമൂത്താൻ ആർക്കും പറയാം. എന്റെ ആത്മസംയമനത്തെ പരീക്ഷിക്കരുതാ പട്ടി. ആത്മസമ്മേളനം മിണ്ടി പോകരുത്. കുറെ നേരായിട്ടോ സഹിക്ക. മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിച്ചോണ്ടല്ലോ. അല്ല, അപ്പൊ ഏനക്കേടൊക്കെ മാറിയ? മാറി. ഞാൻ അന്ന് പറഞ്ഞു പോലീസ് വന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ ഇനി ഒരു പോലീസ് കംപ്ലൈന്റ് ഞാൻ എന്റെ വീട്ടിലല്ലേ. ഇനി ഞങ്ങൾ പറഞ്ഞത് പേടിച്ചാ ഇവനെങ്ങനെ പറയുന്നത്? അല്ലെങ്കിൽ താൻ ഇവന്റെ മനസ്സ് മാറ്റിയെടുത്തതാ. വിട്ടെറിഞ്ഞു പോവാൻ മാത്രം ഉള്ള ഒരു സംഭവമല്ല. ജീവിതത്തിൽ എല്ലാവർക്കും തെറ്റുകൾ വേണ്ട. അതെന്താ വേണ്ടാത്തേ? വേണ്ട തന്നെ. തന്റെ ഭാര്യ കരഞ്ഞു പിടിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ വിടുക. ആര്? ഈ പബ്ലിക്കിനോട് ക്ഷമാപണം ചോദിക്കേണ്ട ആവശ്യം. ഇതുപോലുള്ളൊരു നല്ല ഫാമിലിക്കൊപ്പം താമസിക്കാന്നുള്ളത് ഞങ്ങളുടെ ഒരു ചിരകാല അഭിലാഷ അല്ലേ തങ്കപ്പെട്ട? അത് വേണ്ടേ യഥാർത്ഥത്തിൽ? അതാ ഞാൻ ചോദിച്ചു. അതും കൂടി
തോന്നുന്നില്ല, കാരണം ഞാനാണ് കൂടെ ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് എന്നോട് ക്ഷമ ചോദിച്ചാൽ. ഞാൻ പറഞ്ഞേക്കെ, ഞാൻ ക്ഷമ അവിടെ വന്ന് കണ്ടോളാം. ക്ഷമ ഇപ്പൊ അക്ഷമ കാണിക്കരുത് പ്ലീസ്. ഞാൻ അവിടെ വന്ന് കണ്ടോളാം. പ്ലീസ്, ഞാൻ ക്ഷമ അവിടെ വന്ന് കണ്ടോളാം. ഞാൻ എല്ലാം വിട്ട് എന്റെ ഭർത്താവിന്റെ കൂടെ വന്നത് പലതവണയും എനിക്ക് വേണമെങ്കിൽ പോവായിരുന്നു. പക്ഷെ ഞാൻ അതൊന്നും ചെയ്യാതിരുന്നതിന്റെ റീസൺ ഞാൻ എനിക്ക് എന്റെ ഹസ്ബൻഡിനെ അത്ര ഇഷ്ടപ്പെടുന്നതുകൊണ്ട്. എങ്ങനെ സഹിക്കുന്നു? എന്റെ നിയന്ത്രണം പൊട്ടുന്നു. എനിക്ക് പച്ചത്തെറിയ വായി വരുന്നേ. പവർ കട്ട് പോലെ അടിക്കടി ഭാര്യ പിണങ്ങി പോകുമ്പോ ഒരു ഇൻവെർട്ടറിനോട് ആഗ്രഹം തോന്നുന്നതിൽ തെറ്റൊന്നുമില്ല. നടന്ന കാര്യങ്ങളും പറഞ്ഞതൊക്കെ ശരിയാണ്. ഇനി ബാക്കി അത് അതിന്റെ വഴിക്ക് പോകട്ടെ എന്നുള്ള ലൈനാണെന്ന് തോന്നുന്നു അല്ലെ? ബാക്കി ഇനി ഒന്നുമില്ലല്ലോ. അവിഹിത ബന്ധമുണ്ടെന്നോ വേറെ പെണ്ണ് കെട്ടിയതാണെന്നോ ആരും പറഞ്ഞിട്ടില്ല. അല്ല എന്ത് എന്നൊക്കെ പറയാനുള്ള ധൈര്യം ഈ നാട്ടിൽ ആർക്കാ ഉണ്ടാവുക? അതറിയണമല്ലോ. കാല് പിടിച്ച് മാപ്പ് പറയുമ്പോ ആരായാലും മനസ്സലിഞ്ഞു പോകും. അല്ലെങ്കിലും കാക്ക കണ്ടറിയും കൊക്ക് കൊണ്ടറിയുന്ന ചൊല്ലി. സോഷ്യൽ മീഡിയയിൽ ഒന്നും ഇതിനെ കുറിച്ച് എന്റെ ലൈഫിനെ കുറിച്ച് ഞാനൊന്ന് എല്ലാവരോടും വിട്ടു. ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. ഞാൻ എന്ത് കണ്ടെന്ന്? ഞാനൊന്നും കണ്ടില്ല.